ഓക്കെ, എങ്ങനെയായിരുന്നു പേളിയുടെ ഒരു മലയാള സിനിമയിലേക്കുള്ള എത്തിച്ചേരല്? ഇത് ഫസ്റ്റ് മൂവി അല്ലല്ലോ, ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലേ? നീലകാശത്തില് ഞാൻ ചുമ്മാ തമാശക്ക് ഒരു ഗസ്റ്റ് റോൾ. അത് ഞാൻ വളരെ കാര്യമായിട്ട് സീരിയസ് ആയിട്ട് ആലോചിച്ചിട്ട് സീരിയസ് ആയിട്ടാ, ബിക്കോസ് അതിൽ എനിക്ക് അങ്ങനെ ചിന്തിക്കേണ്ടി വന്നില്ല. ഒരു 4 ദിവസത്തെ ഷൂട്ടേ ഉള്ളൂ. അത് ഞാൻ പോയി ചെയ്ത് തിരിച്ചു വന്നു. ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ആ ക്രൂവിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു AD ആയിട്ടൊക്കെ. സോ അതുകൊണ്ടാണ് ഞാൻ ആ പോയി ചെയ്തത്. പിന്നെ ഈ സിനിമ എന്ന് വെച്ചാൽ ഞാൻ കുറേ പ്ലാൻ ചെയ്തിട്ടാണ്. ഫാമിലിയുടെ ഒക്കെ എൻ്റെ ഞാൻ പറയില്ല ജോയിന്റ് ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ എല്ലാവരുടെയും പെർമിഷൻ വേണം. ലൈക്ക് പെർമിഷൻ എന്ന് വെച്ചാൽ എല്ലാവരെയും അറിയിക്കണം, അല്ലെങ്കിൽ ഇറ്റ്സ് റൂഡ് അല്ലേ? അപ്പൊ എല്ലാവരെയും അറിയിക്കുക, പിന്നെ അവരുടെയൊക്കെ പെർമിഷൻ വാങ്ങിക്കുക, അനുഗ്രഹം വാങ്ങിക്കുക, അതൊക്കെ ചെയ്തിട്ടാണ് ലൈക്ക് ഐ ഹാഡ് ടു കം. എല്ലാവരും അനുഗ്രഹിച്ചു കിട്ടോ? പിന്നെ കാട്ടിലേക്കാണ് മോള് നന്നായി വരും തിരിച്ച് വന്നപ്പോ അവര് ഞെട്ടിപ്പോയി. ഓക്കെ, എങ്ങനെയായിരുന്നു അനുവിന് ഇങ്ങനെ ഒരു ഫിലിം വന്നു വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞപ്പോ? ഒരു അമ്മയാണെങ്കിലും അല്ലെങ്കിൽ ഇല്ല, ഞാൻ തീവ്രം ചെയ്യുമ്പോഴാണ് എനിക്ക് ജോർജനെ ചട്ടമ്പിനാട് മുതൽ അറിയാം, പിന്നെ അലക്സേനെ അറിയാം, നമുക്ക് എല്ലാവരും അങ്ങനെ അന്ന് മുതലുള്ള പരിചയമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തീവ്രം ആ ടീമിൻ്റെ കൂടെ ഒരുമിച്ച് വീണ്ടും വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിയാനിസ്റ്റ് എന്ന മൂവി ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ജോർജേട്ടൻ അലക്സേനും ഇങ്ങനൊരു കഥയുണ്ട്, നീ കേക്ക്, ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. അങ്ങനെ ഞാൻ ഫസ്റ്റ് സ്ക്രിപ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഞാൻ അപ്പം തന്നെ അവിടെ തന്നെ ഓക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലൊന്ന് പറഞ്ഞത്, അമ്മ ഞാനൊരു സാധനം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ടീമും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അവരും ഹാപ്പി ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ വിഷു ആണ് വരുന്നത്. അപ്പോൾ ഇതിനു മുമ്പത്തേക്ക് വിഷുവിൽ വെച്ചിട്ട് ഈ വിഷുവിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ രണ്ടുപേരുടെ ലൈഫിൽ? ഈ ഒരു മൂവിയാണ് ഏറ്റവും വലിയ പ്രത്യേകത, അതല്ലാതെ വേറെ എന്തെങ്കിലും പേഴ്സണൽ പ്രത്യേകതകൾ? ഇത് തന്നെ ഒരു പേഴ്സണൽ സാധനങ്ങൾ എവിടെയായിരിക്കും അനുവിന്റെ വിഷു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ? വീട്ടിൽ തന്നെ? നമ്മള് വീട്ടിലായിരിക്കും. രാവിലെ വിഷു കണി കാണലൊക്കെ ഉണ്ട്, ഒരുക്കുക, സദ്യ ഉണ്ട്, വിഷു കൈ നീട്ടം വാങ്ങിക്കുക. എവിടെയായിരുന്നാലും വീട്ടിലുണ്ടാവും, ചേട്ടനുണ്ടാവും? എല്ലാവരും ഉണ്ടാവും. ഞങ്ങൾ ഓണത്തിനും വിഷുവിനും മാക്സിമം ഞങ്ങൾ വീട്ടിലെല്ലാവരും ഒരുമിച്ച് കൂടാൻ ശ്രമിക്കും. ഓണത്തിനാണ് എല്ലാവരും നാട്ടിലെ വീട്ടിലായിരിക്കും. വിഷുവിന് ഇവിടെ ആണെങ്കിൽ എവിടെയാ സൗകര്യം എന്ന് വെച്ചാൽ അവിടെ. എങ്ങനെയാണ് താങ്കളുടെ? എല്ലാരും ഒരുമിച്ചിരിക്കുക. അമ്മമാരുടെ സാരി അന്നായിരിക്കും അടിച്ചു മാറ്റി എല്ലാരും സാരി ഫുൾ ഗേൾസ്. സാരി എടുക്കാനൊക്കെ അറിയും? പിന്നെ പിന്നെ ഒരു തർക്കമില്ല, ഒന്നും പറയുന്നില്ല. ഫൈൻ. ഇതിൽ ആരാ നന്നായിട്ട് ഇനി രണ്ടൊരു പാട്ട് പാടാം? അനു. നമ്മുടെ സിനിമയിൽ പാടിയിട്ടുണ്ട്. അത് ശരി, പാടിയിട്ടുണ്ടോ? അപ്പൊ ഗായിക കൂടിയാണ്? ഇല്ല. എങ്ങനെയാണ്, ക്ലാസിക്കൽ സംഗീതം പഠിച്ചിട്ടുണ്ടോ? പോരട്ടെ, സംഗതികളൊക്കെ പോരട്ടെ. അവള് പാടുമ്പോ ഒരു പന്നി വന്ന് ഓടിക്കാൻ, അതുകൊണ്ട് അവരുടെ ഇനി പാടണ്ട. അത് കുറച്ച് കഴിഞ്ഞ് ബ്രേക്ക് ചെയ്യും. അങ്ങനത്തെ ഒരു 1 മിനിറ്റ് സോങ് ആണ് ഞങ്ങളുടെ സിനിമ. അത് ശരി. ഓക്കെ, ഇവിടെ എന്തായാലും ഒരു 2 ലൈൻ പ്ലീസ്. നമ്മുടെ 1TV എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിട്ട് 2 ലൈൻ സോങ്. വിഷു ഒക്കെയാണ്, അപ്പൊ അവർക്കൊരു വിഷുക്കണി ആയിക്കോട്ടെ. വിഷു കണിയല്ല, കെണിയായിരിക്കും. എന്തായാലും 2 വരി ഇത്രയൊക്കെ ആയല്ലേ? അല്ലെങ്കിൽ അനുകേരി പാടുകൂടെ? ഓക്കെ, ഇത് ഞാൻ വിഷു സ്പെഷ്യൽ ആയിട്ട് എല്ലാവർക്കും ഒരു കണിയായിട്ട് ആദ്യം പറഞ്ഞല്ല, രണ്ടാമത് അബദ്ധങ്ങൾ വരും, പിച്ചിൽ ഭയങ്കര വ്യത്യാസങ്ങളൊക്കെ വരും. അതൊക്കെ ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ. കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കണികൾ ചൊല്ലി കാറ്റ് പൂവി കരളിനോടും നീ, നിഴലായി അലസമലസമായി അരികിലൊഴുകി ഞാൻ, ഇളം പൂ കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാറ്റ് പൂവി കരളിനോടും നീ. അതിന് നമുക്ക് എത്ര മാർക്ക് കൊടുക്കണം? ശക്തി ഇല്ലല്ലോ. അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ കാർഡൊന്നും വിട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയാൽ കംപ്ലീറ്റ് ആ കാർഡ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരു 5 ജനറേഷൻ തൊട്ട് മുമ്പുള്ള ആൾക്കാർ വരെ കാട്ടിനോട് ഇണങ്ങി ജീവിച്ചിരുന്നവരാണ്. അപ്പൊ അവരുടെ ഇൻസ്റ്റിങ്സ് ഒക്കെ ഇപ്പോഴാണ് എനിക്ക് പുറത്തു വന്നത്. ചിലപ്പോൾ എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ഒക്കെ ചെയ്തിരുന്ന കാര്യങ്ങളായിരിക്കും ഞാൻ ആ കാട്ടിപ്പോയെന്നൊക്കെ ചെയ്തത്. നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ കാറിന് ഡോർ ഭയങ്കര ഇഷ്ടപ്പെട്ടു കാർഡ്. മരത്തിനെ കേട്ട് ടോക്ക് ടു മീ, ബിക്കോസ് എന്തൊക്കെയോ വൈബ്രേഷൻസ് ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. വേറൊരു സിനിമ ഒരുങ്ങിയാനെ കുറച്ചുകൂടി നന്നായി പെട്ടെന്ന് കഴിഞ്ഞ. എന്തായാലും ഓക്കെ, അനുവിന്റെ ഭാഗത്ത് വേറെ എന്തൊക്കെയാണ് കൾച്ചറൽ ആക്ടിവിറ്റീസ്? മീൻസ് പെയിന്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് ഞാൻ ഈ ഒരു അയ്യോ നിർബന്ധിക്കണം. ഞാൻ അങ്ങനെ ഡിസൈനിങ് സെക്ഷൻ ഞാൻ വർക്ക് ചെയ്തതും അത് തന്നെ. ഞാൻ
വരയ്ക്കുന്നത് കൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു ടൂൾ ഡിസൈനിങ് കോഴ്സ് സെലക്ട് ചെയ്ത് അതിൻ്റെ എക്സാം ഒക്കെ എഴുതി അങ്ങനെ ഒരു കോഴ്സ് ചെയ്ത് ഞാൻ ബാംഗ്ലൂർ 1 വർഷം വർക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഇങ്ങോട്ട് വന്നതും ചട്ടമിതാട് ചെയ്തു. പിന്നെ ഓർക്കുട്ട് ചെയ്തപ്പോഴത്തേക്ക് പിന്നെ അവിടുന്ന് പ്രൈവറ്റ് കമ്പനികളായതുകൊണ്ട് നമുക്ക് ലീവ് ഒന്നും കിട്ടില്ല. അവർ പറഞ്ഞു വിട്ടു വളരെ സീരിയസ് ആയിട്ട് എന്നെ പറഞ്ഞു വിട്ടു. അങ്ങനെ ജോലി പോയപ്പോൾ സിനിമ സീരിയസ് ആയി. ഇതിപ്പോ നമ്മളെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് സീരിയസ് ആയിട്ട് നോക്കി കാണുന്ന സംഭവം? ജോലി പോയതുകൊണ്ട് വളരെ സീരിയസ്. പേളി എങ്ങനെയാണ്? ജോലി വല്ലതും പോയിട്ടുണ്ടോ? ഇല്ല. ആക്ച്വലി ഞാൻ എന്റെ തന്നെ ആയിട്ടുള്ള ജോലി, അപ്പൊ എന്നെ പുറത്താക്കാൻ പറ്റില്ലല്ലോ. പുറത്താക്കാൻ പറ്റില്ല. അവള് തന്നെ ജോലിയാക്കി തരും എല്ലാവർക്കും. വീട്ടിലെങ്ങനെ ഫുൾ സപ്പോർട്ടാണ് എല്ലാവരും ഈ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് എത്തിപ്പെടുക? മമ്മി ഫുൾ സപ്പോർട്ട് അല്ല, മമ്മിക്ക് ഭയങ്കര ടെൻഷനാണ്. മമ്മി ഈസ് ഫ്രം വിതുര, ഒരു നാട്ടുമ്പുറത്തുകാരിയും. എന്റെ ഡാഡി ഈസ് ഫ്രം കോയമ്പത്തൂർ, ഈസ് എ ടാമിലിയൻ, ബട്ട് ഹീസ് ബേസിക്കലി എ മലയാളി, പക്ഷെ ജനിച്ചതും വളർന്നതൊക്കെ കോയമ്പത്തൂരാണ്. സോ ഇവര് ലവ് മാരേജ് ഒക്കെ ആയിട്ട് ഇപ്പം ദേ ആർ സെറ്റിൽഡ് ഇൻ കൊച്ചിൻ. പക്ഷെ മമ്മി ഭയങ്കര ഓർത്തഡോക്സ് ആണ്. ഷീ ഈസ് വെരി വെരി വറിഡ് അബൌട്ട് അപ്പുറത്തെ വീട്ടിലെ ആന്റി എന്ന് പറയും, അങ്ങനത്തെ സീനിലാണ് മമ്മി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഡാഡി ഈസ് ലിറ്റിൽ മോർ റിലാക്സ്ഡ്. ഹി ലൈക്സ് ടു ലീവ് അസ്. ഡാഡി ബിലീവ് ചെയ്യുന്നത് വാല്യൂസ് അകത്തിട്ട് കൊടുത്താൽ ദാറ്റ്സ് ലൈക്ക് ഇൻബോൺ ഹെൽമെറ്റ് ഇട്ട് പോലെയാണ്. പിന്നെ എന്താണെങ്കിലും അവർ ലൈഫിൽ ഡിസൈഡ് ചെയ്യട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഡാഡി. ആരാണ് ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ കൂടെ വരിക? എനിക്ക് അസിസ്റ്റന്റ് ആണ് മന്ത്ര എന്ന് പറഞ്ഞിട്ട്. സോ മന്ത്രം എന്ന് ഞങ്ങൾ വിളിക്കും. സോ മന്ത്ര ഇസ് ലൈക്ക് സ്വീറ്റ് ഹാർട്ട് ആണ്, ലൈക്ക് റിയലി ഹെൽപ്. ആക്ച്വലി മന്ത്ര എല്ലാവരുടെ അസിസ്റ്റന്റ് ആയി പോയി അവസാനം. എനിക്ക് തോന്നുന്നു ഇപ്പൊ പേളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 5 മിനിറ്റ് ആണെങ്കിലും ഒരു അരമണിക്കൂറിന്റെ ഒരു എഫക്റ്റ് ആയി കിട്ടുക എന്നുള്ളതാണ്. ഒരു ബോറാണോ അത്ര? അല്ല, ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. കംപ്ലീറ്റ് നമ്മൾ പോലും ഭയങ്കര എനർജറ്റിക് ആണ് കേട്ടോ. ഭയങ്കര പോസിറ്റീവ്. അത്രയും വേണോ? കാരണം പേർലി ആയതുകൊണ്ടോ. വേറെ ഏതെങ്കിലും ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും മല കയറും അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവള് ഫുൾ എനർജറ്റിക് ആയിട്ട് 25 ദിവസം നമ്മളോട് ഉണ്ടായിരുന്നു. വേറെ തലവേദന ഒന്നും തന്നില്ല. പിന്നെ ഇവരുടെ സപ്പോർട്ടും എന്നെ ഹെൽപ്പ് ചെയ്തു ശരിക്കും. ഇവരെങ്ങനെ രണ്ടുപേരും സപ്പോർട്ട് ചെയ്തു? നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. രണ്ടുപേരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ ഇവര് കഷ്ടപ്പെടുമ്പോ ഞാൻ പിന്നെ സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഞങ്ങൾ 3 പേരും ഒരുമിച്ച് കഷ്ടപ്പെടുമായിരുന്നു. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ ആ കഷ്ടപ്പാടൊക്കെ നേരിട്ട് കണ്ടത് അത് കണ്ടറിയണം. ഓക്കെ, ഇനി ഒരു ചോദ്യം കൂടി. എത്ര ബോയ് ഫ്രണ്ട്സ് ഉണ്ട്? എനിക്ക് ബോയ് ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ എല്ലാരും എന്റെ ഫ്രണ്ട്സ്. ആരാധകന്മാർ ഇന്ന് തൊട്ട് ഇദ്ദേഹം എന്റെ ഒരു ഫ്രണ്ട് ആയിട്ട് ഞാൻ പ്രഖ്യാപിച്ചു. ബിക്കോസ് എന്റെ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ അവർക്ക് പിന്നെ ജീവപര്യന്തമാണ്. ഇവനറിയാം ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അധികം മീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിളിച്ചിട്ട് എടാ അന്നു എന്താടാ വരട്ടിയൊക്കെയാണ് സംസാരിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ആരാധകർ ഈ ഹെർഷന്റെ ഫാൻസ് ഉണ്ടാവും കുറച്ച്. എന്നെ പേളി ചേച്ചി എന്നാണ് എല്ലാരും വിളിക്കുന്നത്. ഐ ഡോണ്ട് നോ വൈ. ബിക്കോസ് എന്റെ ആ ഷോയില് ഞാൻ അങ്ങനെ എന്നെ പ്രായം തോന്നിക്കോ? ഉണ്ടോ? അങ്ങനൊന്നും എനിക്ക് തോന്നുന്നു 10-30 അല്ലേ? സംസാരിക്കാണ്ടിരുന്ന കുറച്ച് പ്രായം തോന്നി. അത്രേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ എല്ലാരും ചേച്ചി എന്നാണ് വിളിക്കുന്നത്. ഐ ലൈക്ക് ദാറ്റ്. അതിരിക്കട്ടെ. സിനിമ കേട്ടെ ഈ വിളി മാറും എന്തായാലും. തീർച്ചയായിട്ടും വിളി മാറും. ഓക്കെ, അപ്പൊ എന്തായാലും വിഷു ഒക്കെയാണ് വരുന്നത്. ഈ ചിത്രം അപ്പൊ മെയ് 2-ന് റിലീസ് ആകാൻ പോവുകയാണ്. എല്ലാവരും ഇത് നമ്മുടെ ഹൃദയത്തിലോട്ട് മലയാള സിനിമയിൽ പുതിയൊരു ചരിത്രമാവട്ടെ എന്ന് പ്രത്യാശിക്കാം. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും നമ്മുടെ 1TV പ്രേക്ഷകരോട് വിഷു ആശംസകൾ കൈമാറാനുള്ള സമയമാണ്. ആദ്യം അനുമോഹൻ തന്നെ. 1TV എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ലാസ്റ്റ് സപ്പർ എന്ന് പറഞ്ഞ മൂവി നിങ്ങളെല്ലാവരും പോയി തിയേറ്ററിൽ കാണുക. അത് തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു മൂവിയാണ്. കാരണം അതിൻ്റെ വിഷ്വലിലും സൗണ്ടിലും നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങൾ, പുതിയ കുറേ സംഭവങ്ങൾ ഇൻവെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി എല്ലാവരും ചിത്രം കാണുക, പ്രോത്സാഹിപ്പിക്കുക. താങ്കൾക്കാണ് അടുത്ത അവസരം. ബാറ്റൺ കിട്ടിയിട്ടുണ്ട്. ഒന്നും പറയല്ലേ? ഞാൻ ആരുമല്ല, ഇത് ഒന്നും പറയാൻ ഞാൻ എനിക്ക് ഇത്ര പറയാനുള്ളൂ. നിങ്ങളുടെ ലൈഫാണ്. ലൈഫ് ഒരെണ്ണേ ദൈവം നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പം അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട് മരിക്കുകയാണെങ്കിൽ ഞാൻ ആകെ പറഞ്ഞിരിക്കുന്നത് ഒരു ആശംസ കൊടുക്കാനേ പറഞ്ഞോളൂ. ഇതിപ്പോ ഫിലോസഫി വന്നു, സൈക്കോളജി വന്നു. എന്റെ ദൈവമേ, ഞാൻ അങ്ങനെ ആയിപ്പോയി. എന്താ വെച്ചാൽ ഞാൻ ആക്ച്വലി പഠിച്ചത് മീഡിയ സൈക്കോളജി അതൊക്കെ കേട്ടോ. അപ്പം അതിന്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കും. ഒരു ഉപദേശം പോലെയാണ് ഇപ്പൊ കൊടുത്തത്. ഇല്ല, ബേസിക്കലി ഞാൻ പറഞ്ഞത് ആസ്വദിക്കുക ജീവിതം, ആസ്വദിക്കുക യൗവനം, ആനന്ദിക്കുക ജീവിതം, ആനന്ദിക്കുക യൗവനം, ഹാപ്പി വിഷുക്കണി. ഓക്കെ, തീർന്നില്ലല്ലോ. അനുവിന് ശരിയടക്കാൻ അനുവാണ് ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം മാറി ചിരിക്കാനായിട്ടത്. എനിക്ക് ആക്ച്വലി സത്യം പറയാലോ, എനിക്ക്
മാക്സിമം ഒരു അരമണിക്കൂർ, അതിൽ കൂടുതൽ എനിക്ക് മറ്റേ ഫോർമലായിട്ടിരിക്കാൻ പറ്റില്ല. പിന്നെ അവള് പൊട്ടി പിന്നെ പിന്നെ അവസാനം ഞാൻ ആയിപ്പോകും. തൃശ്ശൂർ പൂരം പോലെ എല്ലാ ഇന്റർവ്യൂലും ഇതാണ് പ്രശ്നം. ഇതാണ് സംഭവം. ഇനി പഠിച്ചിട്ട് റിഹേഴ്സൽ 2 ദിവസത്തെ ഷൂട്ട് ചെയ്താൽ മതി, 15 മതി, ബാക്കി അപ്പൊ അവസാനം എല്ലാരും ക്യാമറമാൻ എല്ലാരും പറയും കുട്ടിമാമ, ഞാൻ ഞെട്ടിമാമ. ഞെട്ടിമാമ. പിന്നെ ഒരു പ്രശ്നമില്ല. ഓക്കെ പുട്ടുണ്ടാക്കുന്ന ഓക്കെ. ആക്ച്വലി ഒരു മിനിറ്റ്, വിഷയമായിട്ട് ആ പാട്ട് പാടാം അല്ലേ? നമ്മുടെ ഒരു പാട്ടുണ്ടല്ലോ, പുട്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ കേട്ടതാണ്. പുട്ടുണ്ടാക്കി ഞാൻ കമ്പോസ് ചെയ്തൊരു പാട്ടാണ്. അപ്പൊ ഒന്ന് പിടിച്ചിരിക്കാം. പുട്ടും കടലയും പുട്ടും കടലയും പുട്ടും കടലയും പുട്ടും കടലയും എങ്ങനെ തിന്നാം എങ്ങനെ തിന്നാം എങ്ങനെ തിന്നാം എങ്ങനെ തിന്നാം നക്കി തിന്നാം നക്കി തിന്നാം നക്കി തിന്നാം നക്കി തിന്നാം തിന്നാൻ പരപ്പെടുത്താ തിന്നാൻ പരപ്പെടുത്താ തിന്നാൻ പരപ്പെടുത്താ. എന്റെ ഇത് എല്ലാ പിള്ളേർക്കും റോയൽറ്റി കൊടുക്കണം. അടിച്ചു മാറ്റും പാടുവാണെന്ന് ഞാൻ ആ സീനിലാണ് ഞാൻ ഉണ്ടാക്കിയത്. എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ വിഷു കണിയല്ല ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. സത്യം എനിക്ക് ഒന്നും പറയാനില്ല, കാരണം കൺക്ലൂഷൻ കൂടി ഞാൻ പറഞ്ഞു. എനിക്ക് ആദ്യത്തെ ഡിസ്കും കിട്ടിയത് വിഷു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈസ്റ്റർ സ്പെഷ്യൽ കിട്ടുന്നു. ഡ്രസ്സിൽ കഥയില്ല, ഇപ്പൊ മനസ്സിലായിട്ട് ഏകദേശം എന്താണെന്നുള്ളത്, പേണി എന്താണെന്നുള്ള അവർക്ക് മനസ്സിലായി. അപ്പൊ ഞാനത് പറഞ്ഞോട്ടെ, ഒന്നും മിണ്ടരുത്. അപ്പോ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല, കേട്ടില്ല. ഇവിടെ നടന്ന ഒരു ചാറ്റ് ഷോ ഒന്നും അല്ല, ഒരു കാഷ്വൽ ടോക്കിങ്സ് ആണ്. അപ്പൊ എന്തായാലും ലാസ്റ്റ് സപ്പർ എന്ന ചിത്രത്തിലെ നായിക പേളയുടെ 2 നായികമാരുടെ ഒരാളായ അനു മോഹന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഓൺ ദി സ്പോട്ട് ഇവിടെ തീരുകയാണ്. വീണ്ടും മറ്റൊരു ഗസ്റ്റുമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഇസ് സുരാജ് സൈനിങ് ഓഫ് ഫ്രം ഓൺ ദി സ്പോട്ട്. ബൈ.